ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. ചക്കയും പഞ്ഞപ്പുല്ലും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചക്ക പഞ്ഞപ്പുല്ല് പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചക്ക അരച്ചതും നന്നായിട്ട് പഴുത്ത ചക്കയായിരുന്നു കേട്ടോ. എന്നിട്ട് അതിൻ്റെ കുരുവും പിന്നെ ചവണയെല്ലാം കളഞ്ഞതിന് ശേഷം അരച്ചെടുത്തതാണ്. പിന്നെ 200 ഗ്രാം റാഗി പൗഡറുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. എത്ര മധുരം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോഴും 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പായസത്തിലൊക്കെ ആകുമ്പോൾ അധികം മധുരമായി നമുക്ക് കുറേ ഒന്നും കുടിക്കാൻ കഴിയില്ല, പെട്ടെന്ന് തന്നെ അത് മടുത്തു പോകും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടിയാൽ മതി. ഇത് നല്ല പാകത്തിനായിട്ട് തന്നെ കിട്ടും. ശർക്കരയെല്ലാം ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചിനി മാറ്റി വയ്ക്കാം. ഉരുളിയിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ. 3 ഓപ്ഷൻ കാണാം. അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഫ്ലെയിം കൂട്ടിയും കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ചക്ക വരട്ടിയെടുക്കാം. ചക്ക ഞാൻ നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചായിട്ട് നെയ്യ് ചേർത്ത് കൊടുത്തിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഉരുക്കിയത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ചെടുക്കും. 2 നാളികേരം പിഴിഞ്ഞിട്ട് അതിൽ നിന്നുള്ള 2ാം പാലാണ് ഇത്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള റാഗി പൗഡർ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ശർക്കരയും ചക്കയും കണ്ടില്ലേ, നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന 2ാം പാലും റാഗി പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്തു. ഇനി ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ കുറുകി പോകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. നാളികേരത്തിൻ്റെ 1ാം പാലിലേക്ക് ഒരു നുള്ള് ചുക്കുപൊടി, ഏലക്കായ പൊടിച്ചത് ഒന്ന് ഇളക്കി കൊടുക്കാം. പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാനൊന്നും പാടില്ല കേട്ടോ. ഒന്ന് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ. യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്തിട്ട് ചണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കുക. മുന്തിരി, പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതാ ഹെൽത്തി ആയിട്ടുള്ള ചക്ക പഞ്ഞപ്പുല്ല് പായസം റെഡി. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.